നമസ്കാരം. ഏവർക്കും ഇൻഫോ മീഡിയ കേരളമിലേക്ക് സ്വാഗതം. സംസ്ഥാനം 1000 കോടി രൂപ കൂടി കടമെടുക്കുന്നു. വികസന പ്രവർത്തനങ്ങൾക്കായാണ് കടമെടുക്കുന്നതെന്നാണ് ഔദ്യോഗിക ഭാഷ്യം. ഇത് സംബന്ധിച്ച കടപത്രം പുറപ്പെടുവിച്ചു. ഇതിനായുള്ള ലേലം ജൂലൈ 22-ന് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇക്യുബേർ സംവിധാനം വഴി നടക്കും. ലേലം സംബന്ധിച്ച വിജ്ഞാപനവും വിശദാംശങ്ങളും ധനവകുപ്പിന്റെ വെബ്സൈറ്റായ www.finance.kerala.gov.in ലുണ്ട്. കേന്ദ്ര നിലപാട് മൂലം സാമ്പത്തിക സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിട്ടും എല്ലാ മേഖലയിലും സർക്കാരിന് നേട്ടമുണ്ടാക്കാനായെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാനത്തിന്റെ കടഭാരം കുറയുകയാണെന്നും രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന കാലമാകുമ്പോൾ കേരളത്തിന്റെ മൊത്തം കടഭാരം 4.65 ലക്ഷം കോടി രൂപയിൽ ഒതുങ്ങുമെന്ന് മന്ത്രി പറഞ്ഞിരുന്നു. ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലമായ 2020-2021 2.96 ലക്ഷം കോടിയായിരുന്നു ആകെ കടം. ഓരോ 5 വർഷവും കടത്തിന്റെ അളവ് ഇരട്ടിയാകുകയാണ് പതിവ്. ഇതനുസരിച്ച് നോക്കിയാൽ ഇപ്പോഴത്തെ കടഭാരം 5.8 ലക്ഷം കോടിയെങ്കിലും ഉയരണം. എന്നാൽ അതുണ്ടായില്ലെന്ന് മന്ത്രിയുടെ അവകാശവാദം വരുന്നു. അടിയന്തര ആവശ്യങ്ങൾക്ക് പണം കണ്ടെത്താനാണ് വായ്പയെടുക്കുന്നത്. പ്രധാനമായും ക്ഷേമ പെൻഷൻ നൽകുന്നതിനും KSRTCക്ക് സഹായം അനുവദിക്കുന്നതിനും മറ്റ് ചിലവുകൾക്കുമായിട്ടുമാണ് ഈ പണം പ്രധാനമായും ഉപയോഗിക്കുക. ഓണക്കാലത്തെ ചിലവുകൾക്കായി ഏതാണ്ട് 20,000 കോടി രൂപയോളം വേണ്ടിവരുമെന്നാണ് സർക്കാർ കണക്കിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെൻഷൻ ലഭിക്കുന്നവർക്ക് വളരെ സന്തോഷ വാർത്തയും കൂടിയാണ് ഇത്. ചൊവ്വാഴ്ച കടമെടുത്തു കഴിഞ്ഞാൽ 22-ാം തീയതിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും പെൻഷൻ വിതരണം തുടങ്ങും. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.